ഒരു വെറൈറ്റിക്ക് നമുക്കിതൊരു ഷവായ ഉണ്ടാക്കിയാലോ. ആൻഡ് ദീസ് ആർ ദ ഇൻഗ്രീഡിയൻസ്. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും മല്ലിയിലയും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ തക്കാളി. അപ്പൊ ഞാൻ എന്തൊക്കെ എടുത്ത് വെക്കുന്നത് നമ്മുടെ സാത്തൂട്ടം പറഞ്ഞിരുന്നുണ്ട്. ജാനുട്ടിക്ക് ഞാനൊരു ചെറിയ ടാസ്ക് കൊടുത്ത് റൂമിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സമയം കൊണ്ട് പൊന്നതാണ് ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോയാലോ. ശരിക്കും നമുക്ക് കാശ്മീരി ചില്ലിയാണ് കേട്ടോ വേണ്ടത്. എന്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ചില്ലി പൗഡറിൽ കുറച്ച് വിനെഗറും വെള്ളവും ചേർത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനെ എടുത്തിട്ട് നമുക്ക് കുറച്ച് കുത്തും കോമയൊക്കെ ഇട്ട് കൊടുക്കാവേ. ഒരു ഫോക്ക് വെച്ചിട്ട് നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നേ. പിന്നെ നമ്മൾ ഒരു കത്തി എടുത്തിട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ ഡീപ്പായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറിയുള്ളി, ഇഞ്ചിയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ആയിട്ട് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഓൾറെഡി സോക്ക് ചെയ്തിരിക്കുന്ന നമ്മളുടെ ചില്ലി പൗഡറിലെ അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളോടി വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനാ നമ്മളുടെ മുളക് പൊടി സോക്ക് ചെയ്തില്ല, ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ നമുക്ക് ഗരം മസാല ആണ് കേട്ടോ വേണ്ടത്. എന്റെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പൊടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ അരച്ചങ്ങോട്ട് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ കൂട്ടിലേക്ക് ഈ കൂട്ടൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. പക്ഷെ ഇവിടെ ഞാനത് ചെയ്യുന്നില്ല, കാരണം നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ്, അതായത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവനെ നേരെ എടുത്ത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 വിസിൽ വരുന്നിടം വരെ അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇതാണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിലാവുവേ. ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ടേക്ക് അനദർ പാൻ ആൻഡ് ആഡ് സം ബട്ടർ. വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാം, പക്ഷെ എൻ്റെ കയ്യിൽ ബട്ടറിലുണ്ട്, ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ചിക്കനെ എടുത്ത് തിരിച്ചും മറിച്ചും കമഴ്ത്തിയും നിവർത്തിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കട്ടെ. കരിക്കരുത്, ജസ്റ്റ് അതിന്റെ പുറമൊക്കെ സ്കിന്നൊക്കെ ഒന്ന് മൊരിഞ്ഞു വരില്ലേ. ശരിക്കും ഞാൻ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. എല്ലാവരും ചിലപ്പോൾ സ്കിന്നൊന്നും കഴിക്കണമെന്നില്ലല്ലോ. എനിവേ, അപ്പൊ ദാ ചിക്കൻ ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതേ ബട്ടറിൽ നമ്മൾ നേരത്തെ കുക്കറിൽ ബാലൻസ് ഇരുന്ന ആ ഒരു മസാലയില്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തിക്കായി വരുമ്പോഴത്തേക്ക് നമ്മൾ മുരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനോട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അതിലെ മസാലയൊക്കെ നന്നായിട്ട് ആ ചിക്കനിലേക്ക് അങ്ങോട്ട് വാരി തൂക്കി തേച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളുടെ മസാല ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഇതൊന്ന് കുക്ക് ചെയ്ത് നോക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സംഭവം വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ജാനുവിനാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. ഇതിന്റെ കൂടെ കോംബോ പിടിക്കാൻ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ജാനുവിന്റെ ഭാഷയിൽ ലെഗ് പീസ് തന്നെ നമ്മൾ ജാനുവിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാം, സൂപ്പർ ആണെന്നൊക്കെയാണ് കേട്ടോ ആള് പറഞ്ഞത്. അത് വെറുതെ അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഒരു കുട്ടി വീഡിയോയിൽ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. പിന്നെ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.